ഒറ്റമുറി ഹാളിൽ ജീവിച്ചിരുന്ന ആറംഗ കുടുംബത്തിന് കൈത്താങ്ങായി ഡോക്ടർ അനന്തു. പ്രതിമാസം 9,000 രൂപ വാടക നിരക്കിൽ താമസിച്ചിരുന്ന കുടുംബത്തിന്റെ സ്വന്തം വീടെന്ന സ്വപ്നമാണ് നിറവേറ്റിയത്. വീട്ടിലെ 1-ാം ക്ലാസ്സുകാരന്റെ പഠനച്ചെലവും ഡോക്ടർ അനന്തു ഏറ്റെടുത്തു. ഹാപ്പിനെസ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബത്തിന് വീടും പഠനച്ചെലവും ഉറപ്പാക്കിയത്. അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ നിറവിലാണ് 1-ാം ക്ലാസ്സുകാരനായ ആനന്ദം കുടുംബവും. ഇരുൾ വീണ ജീവിത വഴികളിൽ അപ്രതീക്ഷിതമായി തെളിച്ചം നിറയുമ്പോൾ അതിൽ പരം മറ്റെന്ത് ആനന്ദം. ഈ സന്തോഷത്തിന് കാരണമറിയണമെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ ഇന്നലകളിലേക്കൊന്ന് പോകണം. പഴയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് ചെറുപ്പം തുടങ്ങി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരും എൻ്റെ സങ്കടങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പിന്നെ കുഞ്ഞുമക്കളായിട്ട് ഹോളിലാണ് കിടന്നിരുന്നത്. പിന്നെ കാറ്റ് വീശുമ്പോഴൊക്കെ ഇങ്ങനെ വെള്ളം ചാറുമായിരുന്നു. ഞാൻ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് കെട്ടി. പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും ഒതുക്കി വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ് ഞാനിങ്ങനെ വീട്ടുപണിക്കൊക്കെ പോയി നിന്ന് ഉണ്ടാക്കിയതാണ്. ഈ കറുത്ത ദിനങ്ങൾ കൊട്ടിയടച്ച് ഇവരെ പ്രതീക്ഷകളുടെ പുതിയ പ്രഭാതത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തിയത് ഡോക്ടർ അനന്തുവാണ്. അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഹാപ്പിനെസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഭവനമൊരുക്കിയത്. പരിമിതികൾക്കിടയിലും വലിയ സ്വപ്നങ്ങൾ നെയ്ത ആനന്ദ് എന്ന 1-ാം ക്ലാസ്സുകാരന്റെ ഭാവി ശോഭനമാക്കാനും മുന്നിലുണ്ടാകുമെന്ന് ഡോക്ടർ അനന്തു. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ആനന്ദിനെ കാണാൻ വേണ്ടി എത്തുന്നത്. അതായത് പട്ടാളക്കാരനാവണമെന്ന് പറഞ്ഞ് വഴിയോരത്തൊരു കച്ചവടം നടത്തുന്നതിൻ്റെ സൈഡിലിരുന്നാണ് ആൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് കാണുന്നത്. അപ്പം എൻ്റെ കഴിവുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കും, ഞാൻ പാസ്സാകും. അപ്പം ഞാനൊരു ടീച്ചറാണ്, ഒരു ഓൺട്രപ്രണറിനെ അപ്പുറത്തേക്ക്. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തു. പിന്നെ അച്ഛൻ ഉപേക്ഷിച്ചാണ്, അമ്മയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എന്താണ് നമ്മളുടെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വെച്ച് എഡ്യൂക്കേഷനിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവൻ്റെ വീട്ടിലെത്തുന്നത്. പക്ഷേ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ലൈക്ക് ഷെൽട്ടറാണ് ഇവൻ ആദ്യം വേണ്ടത്. അതായത് ഒരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചുള്ള ആ ഒരു ഒറ്റമുറി, സാറ് ഇപ്പോൾ പോയി കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു ഒറ്റ മുറിയിലാണ്, ഒരു ഷെഡിലാണ് അവർ കിടന്നുകൊണ്ടിരുന്നത്. അപ്പം അതിന് 300 രൂപ വാടക ഡെയിലി അയാൾ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ എങ്ങനെയും എന്ത് ചെയ്യണം, മാറ്റണമെന്നായി ഫസ്റ്റ് ഇത്. അപ്പം അതും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആവണം. നമ്മളൊരു വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നങ്ങൾ മാറില്ല. അപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം ഈ കാണുന്ന വീട്ടിലേക്ക് എത്തിയത്. അപ്പം അത് അവരോട് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ഒരു ഹാപ്പിനെസ്. അപ്പോൾ എനിക്ക് കുറേ നാളായി, ഞാനും ഇതുപോലെ തന്നെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന ആളാണ്. സ്ട്രെങ്ത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സൈലം എന്ന ഫേമും ഒക്കെ ഇതിലേക്ക് എത്തിയത്. അപ്പം എനിക്കറിയാം ലൈക്ക് ഒരു വീടില്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ എന്ന്. സ്വന്തമായിട്ട് എനിക്കൊന്നൊരു 20-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട് വെക്കുന്നതൊക്കെ ആയിരുന്നു ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഫ്രെയിമിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ എനിക്ക് സത്യത്തിൽ ഇവരുടെ ഒരു പ്രശ്നം നന്നായി മനസ്സിലായി. ഇവരിത് കേട്ടപ്പോൾ ഉണ്ടായ അവരുടെ ഹാപ്പിനെസ്, സത്യത്തിൽ കുറേ നാൾ എനിക്ക് ഞാനിങ്ങനെ തേടി നടന്നൊരു ഹാപ്പിനെസ് എനിക്ക് കിട്ടിയതുപോലെ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റായിട്ട് തന്നെ ഇതിനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറിയത്. അപ്പം എന്തായാലും ലൈക്ക് നമ്മൾ 2 ആഴ്ച തപ്പി വീട് കണ്ടെത്തി. അതായത് ഒരു എമൗണ്ടിന് നമ്മൾ ഈ വീട് എടുത്തു. അവർക്കിനി റെൻ്റ് ഉണ്ടാവില്ല എല്ലാ മാസങ്ങളിലും എന്നുള്ള രീതിയിൽ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ 2 മുറിയും ഈ ഓളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വീട്ടിലേക്ക് മാറി. ഇപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടാലറിയാം, എല്ലാവരും ഹാപ്പിയാണ്, സാറും ഹാപ്പിയാണ്. സോ നമ്മളെല്ലാവരും എല്ലാവരും ഹാപ്പിയായ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന് തന്നെ നമ്മൾ വിളിക്കുന്നത്. തുടർന്നും ഇനിയുള്ള വർഷങ്ങളിൽ ചെയ്യുന്ന ഒരു ബിഗ് പ്രൊജക്റ്റായിട്ട് തന്നെ നമ്മളിതിനെ എന്ത് ചെയ്യും, ഒരു ബിഗർ ക്യാൻവാസിലേക്ക് മാറ്റാൻ വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ടോട്ടലി നമ്മൾ ടേക്കപ്പ് ചെയ്തു. ഇത് നമ്മുടെ ഒരു കുടുംബം പോലെ തന്നെയാണ്. ഇനി ഹാപ്പിനെസ് പ്രൊജക്റ്റിൽ ഇപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം സാറിനൊക്കെ അറിയാവുന്നൊരു കണക്കാണ്, സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 50,000 അതിദരിദ്രരായിട്ടുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. അതിലൊരു 1% ആളുകളുടെ, അതായത് ഒരു 500 പേരിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ, വരുന്ന ഒരു 4 വർഷം കൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ, അതാണ് ആക്ച്വലി ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഒരു 4 ഡയമെൻഷനിൽ മെയിൻലി വർക്ക് ചെയ്യാനാണ് ഞാൻ മെയിൻലി പ്ലാൻ ചെയ്യുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഈ ഷെൽട്ടർ, വീട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിന് നമ്മൾ ഒരു 2-3 ആർക്കിടെക്ചറൽ ഫേമും ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ഫേമുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ബഡ്ജറ്റിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു വീടിൻ്റെ മോഡലൊക്കെ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ആളുകളെ നമ്മളിനി കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു 100 to 500 ഹോംസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സംസാരം എല്ലാം കഴിഞ്ഞു. എൻ്റെ മോഡലുമായി അത് ഇനി അടുത്ത ദിവസം തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും. രണ്ടാമത്തെ പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. അതിന് ഓൾറെഡി എൻ്റെ കയ്യിൽ സൈലം എന്നൊരു ബിഗർ ടൂൾ കയ്യിലുണ്ട്. അത് എത്ര വേണേലും എനിക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്. അത് മാക്സിമം ആളുകളിലേക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ എത്തിക്കുക. മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഹെൽത്താണ്. അതായത് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ ഹാപ്പിനെസ് പ്രോഗ്രാമുകളാണ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ആളുകളിൽ സന്തോഷം ഉണ്ടാക്കുന്ന, അതായത് യാത്രകളാവാം ആളുകൾക്കുള്ള, ഈ പറഞ്ഞ പോലെ അവർക്ക്
അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാകാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹാപ്പിനെസ് എന്ന ഡയമെൻഷനിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. കോഴിക്കോട്ട് സ്വപ്നചിത്ര എന്നുള്ള പേരിൽ ഡ്രീം ഓഫ് അസ് എന്നൊരു പ്രോഗ്രാം, ഒരു സംഘടന ചെയ്യുന്നൊരു പ്രോഗ്രാമുണ്ട്. അത് ഹാപ്പിനെസ് പ്രൊജക്റ്റും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് ഇത്തവണ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 150 കുട്ടികൾ, അതായത് ഭിന്നശേഷിക്കാരായ, അതായത് അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ, എന്നിട്ടും അവർ വരച്ച മനോഹരമായ ചിത്രങ്ങൾ ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് ഒരു എക്സിബിഷനാക്കി മാറ്റുകയാണ് ഫെബ്രുവരി 6 മുതൽ 11 വരെ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ നീഡിയായ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അവരെയൊക്കെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫ്രെയിമൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ആ പ്രോഗ്രാമിനെ വളരെ സക്സസ്ഫുൾ ആക്കി മാറ്റി അവരിലെ ഹാപ്പിനെസ്, അതൊരു ഹാപ്പിനെസ് എന്ന ഡയമെൻഷനിൽ വരുന്ന കാര്യമാണ്. അങ്ങനെ ഈ 4 ഡയമെൻഷനിൽ, ഷെൽട്ടർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ഹാപ്പിനെസ് ആയിക്കോട്ടെ, ഇതിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ നിന്ന് 1 രൂപ പോലും എന്ത് ചെയ്യുന്നില്ല, ആരുടെയും കയ്യിൽ നിന്ന് കളക്ട് ചെയ്യില്ല. കാര്യം അങ്ങനെ ഒരു ചാരിറ്റി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ പൈസയിൽ നിന്ന് ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരു 2500 പേര് ജോലി ചെയ്യുന്നൊരു കമ്പനി ഉണ്ടാക്കി. അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, ഈ സൊസൈറ്റിയിലേക്കും കൊടുക്കണമെന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. കാര്യം ഒരു മനുഷ്യനൊരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഹാപ്പിനെസ് തേടിപ്പോണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മൾ സ്വയം ഹാപ്പിനെസ് ഉണ്ടാക്കേണ്ടത് മറ്റുള്ളവരുടെ ഹാപ്പിനെസ് കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള യങ് ഓൺട്രപ്രണേഴ്സ് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് വരുന്നൊരു സമയമാണ്. അവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവണം. ഇനി ഈ സ്കെയിലിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വന്ന് ഇതൊരു റെവല്യൂഷനാക്കി മാറ്റണം. സൈലം വന്ന സമയത്ത് ഇതൊരു റെവല്യൂഷനായിരുന്നു എഡ്യൂക്കേഷനിൽ. അതുപോലെ ഇത് ഈ ഒരു സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു റെവല്യൂഷനായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്രതീക്ഷിതമായി കിട്ടിയ സൗഭാഗ്യത്തിൽ സന്തോഷ നിറവിലാണ് ഈ കുടുംബം ഒന്നാകെ. റിപ്പോർട്ടർ, കൊച്ചി.